ഹലോ മൈ ഡിയർ എക്സാമിനർ ഫാമിലി. മക്കളെ, നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് കയറിയിട്ടുണ്ട്. 9ാം ക്ലാസ്സിലേക്ക് കയറിയ സമയത്ത് നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ കേട്ടൊരു വാർത്തയാണ്, സിലബസ് മാറി, പാഠപുസ്തകത്തിലെ കുറേ ചാപ്റ്റേഴ്സ് മാറിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫ് ആയിരിക്കുമോ. കുറേ പേര് പറഞ്ഞു 10ാം ക്ലാസ്സിലെ കുറേ ചാപ്റ്റേഴ്സും കുറേ കാര്യങ്ങളും കുറേ കണ്ടന്റ്സ് ഒക്കെ 9ാം ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടത് സത്യം തന്നെയാണ്. 9ാം ക്ലാസ്സിലേക്ക് മാറിയപ്പോൾ സിലബസ് മാറ്റം വന്നിട്ടുണ്ട്, 10ാം ക്ലാസ്സിലെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, സംഭവം ശരിയാണ്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, സാർ പണി പാടുമോ, ഞങ്ങളെ എക്സാം കുറച്ചുകൂടി ടഫ് ആയിരിക്കുമോ, ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞങ്ങൾക്ക് അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾക്ക് ഉണ്ടാവും അറിയാം. ഒന്നുകൊണ്ടും പേടിക്കാനില്ല, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്നൊന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഞെട്ടിപ്പോയായിരിക്കും അല്ലേ. 10ാം ക്ലാസ്സിലെ കുറേ വലിയ കാര്യങ്ങളൊക്കെയാണ്, ഹിമാലയാസ് എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാറ് സോഷ്യലാണ് പഠിപ്പിക്കുന്നത്, അപ്പോൾ ഹിമാലയസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, പ്ലേറ്റ്യൂസിൻ്റെ ഫലകങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്, ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്, മാനവവിഭവശേഷി വികസനം, ഇതൊക്കെ 10ാം ക്ലാസ്സിലാണല്ലോ സാർ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും ലെവൽ ഓഫ് കേപ്പബിലിറ്റി ഞങ്ങൾക്ക് ഉണ്ടോ, ഞങ്ങൾക്ക് അത്രയും കപ്പാസിറ്റി ഞങ്ങൾക്ക് ഉണ്ടോ പഠിക്കാനുള്ളത്? മക്കളെ, ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കാനുള്ള, നിങ്ങൾ അതിനെക്കാട്ടും കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങൾ കാണാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് നല്ലൊരു ഇൻഡിക്കേഷനാണ്, ഒരു ഗ്രീൻ സിഗ്നലാണ് നിങ്ങൾ കാണുന്നത്. എന്താ, നല്ലൊരു മാറ്റമാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ 10ാം ക്ലാസ് വരെ എത്തണ്ട ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ തന്നെ ആ അറിവ് നേടുകയാണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിന്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പണിയൊന്നും പാടില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കാനുള്ള കാര്യമില്ല. നിങ്ങൾ ഇത്രമാത്രം ആലോചിച്ച് മതി, വർക്ക് ചെയ്യുക. നിങ്ങൾ കണ്ടന്റ് ഇപ്പോൾ കൂടുതൽ ഉണ്ടാവുമായിരിക്കും, നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടിട്ടുള്ള 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സിനെക്കാട്ടിയും ചിലപ്പോൾ കണ്ടന്റ് കൂടുതൽ ഉണ്ടാവുമായിരിക്കും എന്ന് കരുതി ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല മക്കളെ. നമ്മൾ കൂടെയുണ്ട്, എക്സാമിന്റെ ഫാമിലി മക്കളെ കൂടെ തന്നെ ഉണ്ടാവും എന്നും. ഓക്കെ, അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കാനില്ല. ചിലപ്പോൾ കുറേ പേർക്ക് പേടിയുണ്ടാവും, എക്സാമിന്റെ ആ ഒരു പാറ്റേൺ മാറുമോ, വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമോ, ചിലപ്പോൾ ചോദിച്ചേക്കാം. നമ്മൾ പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയുണ്ട് സോഷ്യൽ പഠിപ്പിക്കുന്നത്, ആ രീതിയിലൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എൻ്റെ മക്കൾക്ക് എല്ലാ വിഷയം, ഇപ്പോൾ സോഷ്യൽ മാത്രമല്ല എല്ലാ സബ്ജക്ട്സും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊരു സത്യം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് എൻ്റെ മക്കൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. അപ്പോൾ മക്കൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഞങ്ങൾക്ക് പുതിയൊരു സാധനമാണ് ഞങ്ങളുടെ കൈ കിട്ടുന്നത്, എന്തെങ്കിലും ഒരു ട്രിക്കോ എന്തെങ്കിലും ടിപ്സോ സാറിന് പറയാനുണ്ടോ? ഉണ്ട്, നമ്മുടെ എക്സാമിനറിന് ഒരു ആൽഫ ബാച്ച് ഉണ്ട്. അപ്പോൾ ആ ബാച്ചിൽ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൃത്യമായിട്ട് എങ്ങനെ ഈ വരുന്ന പുതിയ സിലബസിനെ അതിനെ നമ്മൾ മറികടന്ന് നമ്മൾ എങ്ങനെ മാർക്ക് മേടിക്കാം എക്സാമിന് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൊണ്ട് എൻ്റെ മക്കൾ പേടിക്കേണ്ട. താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യുക, കിടിലമായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ സാറിന് ഇത്രയും നിങ്ങളോട് പറയാനുള്ളൂ, നല്ലൊരു മാറ്റമാണ്. ഈ ഒരു സിലബസ് മാറിയതായിക്കോട്ടെ, കുറച്ചും കൂടെ കണ്ടന്റ് വന്നതായിക്കോട്ടെ, നല്ലൊരു മാറ്റമാണ്. അപ്പോൾ മക്കൾ ചോദിക്കും, സാർ ഞങ്ങളാണല്ലോ പഠിക്കേണ്ടത്, സാറിന് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അങ്ങനെയല്ല മക്കളെ, നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ ലെവൽ കൂടുകയാണ്. നിങ്ങൾ ഭാവിയിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ സിവിൽ സർവീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ, സോഷ്യലിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്, അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കിത് കണ്ടന്റാണ്. നിങ്ങൾ ഈ വിഷയങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഭാവിയിലേക്ക് ഉപകാരപ്പെടുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ സോഷ്യലിൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങളിപ്പോൾ മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, നിങ്ങൾ നന്നായിട്ട് അത് അധ്വാനിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോഴേ ആ ഒരു ക്വാളിറ്റി ഓഫ് കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടറോ ഒക്കെ ആവണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ട് മക്കളെ, നിങ്ങൾ ആ ക്വാളിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകില്ലേ. 10ാം ക്ലാസ് എത്തുമ്പോൾ കുറച്ചും കൂടെ നല്ല ക്വാണ്ടിറ്റി കിട്ടും. ഓക്കെ, ഇത്രയും നാല് പഴയതൊക്കെ നമ്മൾ മറക്കേണ്ട സമയമായില്ലേ. പഴയതൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ കിട്ടേണ്ട സമയമായി. ഇപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് എന്ത് വിവരം നമുക്ക് ഇന്റർനെറ്റിൽ കിട്ടുന്നില്ലേ. ആ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ കഴിയുന്ന നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു മാറ്റവും ഉൾക്കൊള്ളാൻ പറ്റണം. അപ്പോൾ പണി പാടില്ല. പണി പാളുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാത്തവർക്ക് പണി പാളും. കാരണം കണ്ടന്റ് ഇത്തിരി കൂടുതലുണ്ട്. കാര്യം സോഷ്യലിൻ്റെ കാര്യമൊക്കെ എടുത്തുകയാണെങ്കിൽ കണ്ടന്റ് ഇത്തിരി കൂടുതലാണ്, സംഭവം സത്യമാണ്. പക്ഷെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പം അടിപൊളിയാക്കുക, സെറ്റായിട്ട് പഠിക്കുക. നമ്മുടെ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇത്രയും കേട്ടിട്ട് എൻ്റെ മക്കൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആൽഫ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കിടിലമാണ്, നിങ്ങളൊന്നും പേടിക്കേണ്ട. ഞങ്ങൾ കുറേ അനലൈസ് ഒക്കെ ചെയ്തിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്കിനെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്ന് മാത്രം ചെയ്താൽ മതി. ഞങ്ങളുടെ കൂടെ കൂടിക്കോ, സെറ്റാക്കാം. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നല്ല മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ, അടിപൊളിയാക്കാം.